നേരം വെളുത്തിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ നാടേ അല്ല അതങ്ങനെയായിട്ട് ഞങ്ങളെ കൂടെ ഉള്ളവരെല്ലാം ആരുമില്ല. ഞങ്ങളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടുണ്ടെന്ന് ഇതാണ്. ഹലോ വൈബൻസെ, അപ്പം ഇന്ന് വളരെയധികം വേദനാകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ കേരളത്തിലെ വയനാട്ടിൽ നടന്നിരിക്കുന്നത്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതെന്താണ് എന്നുള്ളത്. കാരണം ഉരുൾപൊട്ടി അവരുടെ വീട്, അവർ വളർത്തിയ മൃഗങ്ങള്, അവരുടെ സമ്പാദ്യം, ഒരു ജീവിതം മുഴുവനും ഇവർ ഇതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങള് എല്ലാം ഒരു രാത്രി കൊണ്ട് എല്ലാം വെള്ളത്തിന്റെ അടിയിലായിരുന്നാലും മണ്ണിന്റെ അടിയിലായി തീർന്നിരിക്കുകയാണ്. ഒരു ജനത ഫുള്ളും ഇപ്പം എന്ന് പറഞ്ഞാൽ ആർത്ത് വിളിക്കുകയാണ് രക്ഷിക്കണേ എന്നുള്ളത്. ഓരോ കാര്യങ്ങൾ നമുക്ക് എടുത്തു നോക്കുമ്പോഴും വളരെയധികം വേദനാകരമായിട്ടുള്ള വളരെയധികം ഇതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് വയനാട്ടിൽ. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ എടുത്താലും ന്യൂസിലായിരുന്നാലും നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ നേരിട്ടായിരുന്നാലും എല്ലാ കാര്യങ്ങളും ഭയങ്കര മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഇടയ്ക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുത്, അവർക്കാരും സഹായം എത്തിക്കരുത്, പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഞാൻ രാഷ്ട്രീയമായിട്ടൊന്നും കലർത്തുന്നില്ല, ഞാൻ ജസ്റ്റ് എന്താണെന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. വളരെയധികം കുറെ ഇങ്ങനത്തെ കാര്യങ്ങളും ഇതിന്റെ ഇടയ്ക്ക് കുറെ പേര് പൈസയും ഫണ്ടായിട്ട് നേരിട്ട് കൊണ്ടെത്തിക്കുന്നുണ്ട്, സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്, ഒരുപാട് നൗഷാദിക്കകൾ വരുന്നുണ്ട്, പിന്നെ ആട് വിറ്റ ഉമ്മ ഇപ്പം വീണ്ടും 10,000 രൂപ. അങ്ങനെ ഒരുപാട് നല്ല മനസ്സുകളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് അതിന്റെ ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വളരെയധികം സന്തോഷം. ഇതോടൊപ്പം തന്നെ നമ്മള് നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടവരാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരായിരുന്നാലും അവരുടെ വിശപ്പടക്കി ദാഹം അടക്കി ഈ ജനങ്ങൾക്ക് വേണ്ടി എവിടെന്നോ അറിയാത്ത ആൾക്കാർ പോലും രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ വന്നു നിന്ന് അവര് ഓരോ ദിവസവും കടന്ന് ഓരോ രക്ഷാപ്രവർത്തനം ഓരോ സ്ഥലങ്ങളിൽ പോയി ചെയ്തു വരികയാണ്. അപ്പോൾ അതും കൂടാണ്ട് ആർമി, ഇന്ത്യൻ ഫോഴ്സ്, അപ്പൊ അവരും വന്ന് ഇവരെ ഒരു പാലം തന്നെ പുനർനിർമ്മിച്ചു. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവര് രക്ഷാപ്രവർത്തനമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ ആരൊക്കെയോ രക്ഷാപ്രവർത്തനത്തിലുണ്ട്, അവരെ എല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. അത്രയ്ക്ക് അവരധികം കഷ്ടപ്പെടുന്നുണ്ട്. വിശപ്പടക്കി ഒരു കാര്യവും വകവയ്ക്കാണ്ട്, അവരുടെ ജീവൻ പോലും അവർ വകവയ്ക്കാണ്ട് അവർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി നിൽക്കുവാണ്. അപ്പോൾ അവരെ മനസ്സറിഞ്ഞ് തന്നെ നമ്മൾ സല്യൂട്ട് ചെയ്യണം. നമ്മൾ അതിജീവിക്കും എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇതുപോലത്തുള്ള ഒരു മനുഷ്യര്. അപ്പം ഇപ്പം ഇതിന് സഹായത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യരെ പോലും അവര് എന്ത് ചെയ്യുന്നെന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ് അവരെ ഒന്ന് തളർത്തിക്കളയാം എന്നുള്ളത് പോലെ ചുറ്റും മനുഷ്യർ ഇപ്പോഴും അതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ അതുവഴി ചെയ്തതാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമോ അങ്ങനത്തെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതിന് വലിയ കാര്യമാണ്. ഇപ്പം അവരുടെ സഹായത്തിനായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു 10 രൂപ 20 രൂപ ഇപ്പം 100 രൂപ ആയിരുന്നാലും അത് അവരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ആയിട്ട് നിങ്ങൾ എത്തിച്ച് അല്ലെങ്കിൽ കൊടുക്കേണ്ടതാണ്. നമ്മൾ അതിൻ്റെ ഇതൊക്കെ നമ്മൾ താഴെ ഇട്ടേക്കാം എന്താണെന്നുള്ളത്. ഇപ്പം വയനാട് എന്ന് പറയുന്നത് വളരെ ഭയങ്കര മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. സ്കൂളായിരുന്നാലും അവിടുത്തെ വീടുകളായിരുന്നാലും ഇപ്പം എല്ലാവരും അവര് ക്യാമ്പുകളിലാണ് കഴിയുന്നത്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ സഹായം എത്തിച്ചു കൊടുക്കുക, അത് മാത്രമേ നമുക്കിപ്പം ഇവിടെ നിന്ന് ചെയ്യാൻ കഴിയുള്ളൂ. സോ അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രയത്നിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ വീണ്ടും വരണം, ഇത് നമ്മൾ അതിജീവിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. പ്രേ ഫോർ വയനാട്, ഡു ഇറ്റ് ഫോർ വയനാട്. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പുറം ഇപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. കുട്ടീന്റെ ചെറുവിരല് കിട്ടി, അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണം വാർപ്പിന്റെ മേലെ കയറി. അപ്പൊ 2 നില കെട്ടിടം മറിഞ്ഞു വരികയാണ്. ഇവരിന് രണ്ടാളിനെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ സുഹൃത്തുന്നാ വരുന്നേ, ഈ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണിന്ന് വെള്ളം ഒഴുക. അതിന്റെ കാലിനോട്ട് നേരം വെളുക്കുന്നേരെ കിടന്നു. ഞങ്ങള് ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. പ്രജീഷ് എന്ന് പറഞ്ഞ ഞങ്ങളൊരു സുഹൃത്തുണ്ടായിരുന്നു. കുറെ ആളുകളെ ശരിക്കും പറഞ്ഞാല് രക്ഷപ്പെടുത്തി പോയിട്ട് അവൻ്റെ അത് പോണ്ടെന്ന് പറഞ്ഞാൽ
ഒരു മല കയറി അവൻ വലിയ ആൾക്കാർ കുടുങ്ങി കിടക്കുന്നുണ്ട് ഭാഷാട്ട. ഞാൻ എന്തായാലും പോകും, നിങ്ങൾ ആരും എന്നെ തടഞ്ഞു നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് പോയതാ. ജീപ്പിലാണ് പോകുന്നത്. അവൻ വണ്ടി എടുത്ത് കുറെ ആൾക്കാരെ അക്കരെ കടത്തി. പിന്നെ അവൻ ഒറ്റയ്ക്ക് തെറ്റയച്ചു ഇഷ്ടംപോലെ ആൾക്കാരെ കഴിച്ചിലാക്കിയിട്ട് പിന്നെ അവസാനത്തെ മൂന്നാമത്തെ ചൂരമല പാലത്തിലേക്ക് എത്താൻ പറ്റിയില്ല. ചൂരമലക്ക് വരാൻ കുറെ പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ട് വരിക. പക്ഷെ അതിന് മുന്നേ വണ്ടി അടക്കം അവനെ എടുത്തുകൊണ്ട് വരട്ടെ. പേരെന്താ? പ്രജീഷ്. സൂര്യമല തന്നെയാണോ വീട്? ഇത് അറിഞ്ഞപ്പം വണ്ടിയെടുത്ത് രക്ഷിക്കാൻ രക്ഷപ്പെടുത്താൻ ആരെയും കിട്ടുന്നുള്ള രക്ഷപ്പെടുത്താൻ വെച്ചിട്ട് വന്നതാ. പക്ഷെ അവന് പോലും രക്ഷ കിട്ടിയില്ല, വണ്ടി അടക്കം പോയി. 9ാം ക്ലാസ്സിൽ പഠിക്കുക. 10 വർഷം അച്ഛൻ പണിയെടുത്ത് അവര് അത് കഴിഞ്ഞാൽ ഞാൻ USA പോകും. അച്ഛൻ 10 ഇയർ വെയിറ്റിംഗ് പഠിച്ചോണ്ടിരിക്കുകയാണ്. അറിയില്ല, 10 ഇയർ വെയിറ്റിംഗ് അച്ഛാ. 10 വർഷം ഞാൻ USA പോകും. അച്ഛന് പേടിക്കണ്ട. 3 വർഷമായി കാണാനില്ല. കണ്ടുകൊണ്ടിരിക്കുന്നല്ല, എല്ലാം കണ്ടുകൊണ്ടിരിക്കണ സാർ. ഇതൊന്നല്ല, എന്റെ പരിസരം ഉണ്ടല്ലോ, എന്റെ വീടിന്റെ ഈ ചുറ്റുപാട് മാത്രം ഞാൻ ഒരു 100 ആളുടെ പേര് പറഞ്ഞല്ല. 100 ആള് മിസ് ചെയ്തു, 100 ആള് മരിച്ചതാണ് ചുറ്റുപാട് മാത്രം. പിന്നെ മുണ്ടക്കായി കുടുംബക്കാരും എല്ലാരും കൂട്ടുകാരും. ഞാൻ നാട്ടിൽ പോകാൻ പറ്റില്ല, മൊത്തം പോയല്ല. സമ്പാദ്യ വീടൊക്കെ പോയി കൊടുക്കണം. ഒപ്പം പോയിട്ട് ഭക്ഷണം കൊടുത്ത് കഷ്ടപ്പെട്ട് വളർത്തിയ കുട്ടികൾ പോയില്ല സാറേ. കുട്ടിയുണ്ട്, പെണ്ണുങ്ങളും പാക്ക് ചെയ്തു. നിങ്ങൾ പാക്ക് ചെയ്തു, നിങ്ങൾ പാക്ക് ചെയ്തു. ഇഷ്ടമുള്ള ഏത് ഒരു വില നോക്കണം. ഞാൻ മാറി നിൽക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഇത് പാക്ക് ചെയ്തുകൊണ്ടോ അത്രത്തോളം നിങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടോ. ഇതെല്ലാം 2 ദിവസം മുമ്പ് ബണ്ടിൽ പൊട്ടിച്ച് വെച്ചതേ ഉള്ളൂ. എല്ലാം കൊടുക്കാണ്. എനിക്ക് ജീവനുണ്ടല്ലോ. എന്റെ ജീവൻ കൊണ്ട് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നൊക്കെ ഉള്ളൂ. പക്ഷേ ഈ നഷ്ടപ്പെട്ടു പോയതിന് പകരമാവും എന്റെ ജീവൻ പോയാൽ അത് തിരിച്ചു കിട്ടാൻ പറ്റും. എനിക്ക് പോയ പണമാണെങ്കിലോ സമ്പത്താണോ നമുക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം, ദൈവം തരും. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കാകുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവരുടെയൊക്കെ ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് സൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാക്ക് ചെയ്ത് വെക്കും. ഇത് കവറിനകത്താക്കി പാക്ക് ചെയ്ത് ആക്കണേ കേട്ടോ. താഴെ കൊടുത്ത് പാക്ക് ചെയ്യും. ഇതൊക്കെ ഇപ്പോഴത്തേക്ക് വേണ്ടി ഓണത്തിന് വേണ്ടി വന്നെങ്കിൽ പുതിയ ബണ്ടിൽ ഇത് നമുക്ക് എത്ര ഇഷ്ടമുള്ള നമുക്ക് പിടിച്ചിട്ട് ഇഷ്ടമുള്ള എടുത്തു പോകും. ഓണത്തിന് വേണ്ടിയുള്ള മുണ്ടുകൾ വരെ നമ്മൾ തയ്യാറാക്കി എല്ലാം കൊടുക്കും. കാരണം അവർ ഒരു ദിവസമെങ്കിലും അവരോട്, ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസമെങ്കിലും ക്യാമ്പിൽ പോയി അവരോട് ഒരു ആഹാരം കൂടെ കഴിക്കണം എനിക്ക് ആഗ്രഹം. നാളെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ ഇതെല്ലാം കൊടുത്തിട്ട് നാളെ ഞാൻ എന്ത് ചെയ്യും, നാളത്തെ കാര്യത്തെക്കുറിച്ച് ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല. ദൈവം എന്തെങ്കിലും ഒരു വേറെ ഒപ്പിച്ച് തരുമായിരിക്കാം. ഹായ്, നമസ്കാരം. എന്റെ കയ്യിലുള്ളത് അത്യാവശ്യം നല്ല വിലയുള്ള വസ്ത്രങ്ങളാണ്. അതുപോലെ ഈ ഫ്ലോറിലുള്ളത് ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങളുമാണ്. ഇതൊക്കെ നമ്മുടെ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് നൽകാൻ ഒരുങ്ങുകയാണ് കൊട്ടാരക്കരയിലെ സ്റ്റൈൽ ആൻഡ് ഫാഷൻ ഉടമ ഷൈൻ. അതായത് നിങ്ങളൊന്ന് ഓർക്കണം, പുസ്തക ഓൺലൈൻ കമ്പനി മുതലാളിമാരുണ്ട്. നമുക്കൊരു ദുരിതം വന്നു കഴിഞ്ഞാൽ ഇവരൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. ഇതുപോലുള്ള വ്യാപാരികളാണ് ഇങ്ങനെയുള്ള അകമഴി നമുക്ക് സഹായമൊക്കെ നൽകുന്നത്. ദൗത്യസംഘത്തെ ഇന്നത്തെ തെരച്ചിൽ പൂർത്തിയാക്കിയ ദൗത്യസംഘത്തെ കൈയടിച്ച് സ്വീകരിക്കുന്നതാണ്. ഇത് കേരളത്തിൻ്റെ ഒന്നാകെയുള്ളൊരു സല്യൂട്ട് കൂടിയാണ്. ഇന്നത്തെ സൈന്യത്തിൻ്റെ നടപടികളിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ എടുത്തു പറയേണ്ടത് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകും എന്നുള്ള കാര്യം സൈന്യം ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ആ അറിയിച്ചത് പ്രകാരം തന്നെ കൃത്യസമയത്ത് തന്നെ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ സൈന്യത്തിന് കഴിഞ്ഞു. ഇന്നലെ രാത്രിയിലെ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് അതിശക്തമായ മഴ പെയ്യുന്നതിനിടയിലും അവർ ആ പാലം നിർമ്മാണവുമായി രാത്രിയിലും മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇന്ന് ഇരുട്ട് വീഴുന്നതിന് മുമ്പ് ആ പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. പാലം നിർമ്മാണം മാത്രമല്ല, ആ ദുരന്തമുഖത്ത് സൈന്യം നടത്തുന്ന ഇടപെടലുകൾ എന്താണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് അറിയാം. ഇനി ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി നാളെ വലിയ വാഹനങ്ങൾ മറുകരയിലേക്ക് എത്താൻ പോവുകയാണ്.